പ്രവാസ ലോകത്ത് നിന്നുള്ള വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തായ്ലാന്റിലെത്തി. 6ാമത് ബിംസ്റ്റെക് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായാണ് അദ്ദേഹം തായ്ലാന്റിൽ എത്തിയത്. മോദിക്ക് വൻ വരവേൽപ്പാണ് നൽകിയത്. തായ്ലൻഡ് പ്രധാനമന്ത്രി പേഡോങ് ടാൻ ഷിനവത്ര മോദിയെ സ്വാഗതം ചെയ്തു. ഗാർഡ് ഓഫ് ഓണറോട് കൂടിയ സ്വീകരണമാണ് പ്രധാനമന്ത്രിക്ക് ലഭിച്ചത്. വെള്ളിയാഴ്ച നടക്കുന്ന ബിംസ്റ്റെക് ഉച്ചകോടിയിൽ മോദിക്കൊപ്പം നേപ്പാൾ പ്രധാനമന്ത്രി KP ശർമ്മ ഒലി, ബംഗ്ലാദേശ് മുഖ്യ ഉപദേഷ്ടാവ് മുഹമ്മദ് യൂനിസ്, മ്യാൻമാർ സൈനിക തലവൻ മിൻ ഓങ് ഹെയിങ് കൂടാതെ തായ്ലൻഡ്, ശ്രീലങ്ക, ഭൂട്ടാൻ പ്രതിനിധികൾ എന്നിവരും പങ്കെടുക്കും. സമുദ്രമേഖലയിലെ സഹകരണം ഉറപ്പാക്കാനുള്ള ധാരണാപത്രത്തിൽ അംഗങ്ങൾ ഒപ്പുവച്ചേക്കും. തായ്ലൻഡിൽ നിന്ന് വെള്ളിയാഴ്ച ദ്വിദിന സന്ദർശനത്തിനായി മോദി ശ്രീലങ്കയിലേക്കെത്തും. ലങ്കൻ പ്രസിഡന്റ് അനുരകുമാര ദിസനായകയുമായി മോദി കൂടിക്കാഴ്ച നടത്തും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. മസ്കറ്റിൽ നിന്ന് കണ്ണൂരിലേക്ക് നേരിട്ടുള്ള സർവീസുകൾ പ്രഖ്യാപിച്ച ഇൻഡിഗോ. പ്രവാസി മലയാളികൾക്ക് സർവീസ് ഉപകാരപ്രദമാകും. ഈ മാസം 20 മുതൽ 3 പ്രതിവാര സർവീസുകൾക്ക് തുടക്കമാകും. മസ്കറ്റ് കണ്ണൂർ, കണ്ണൂർ മസ്കറ്റ് സർവീസുകൾ ചൊവ്വ, വ്യാഴം, ശനി ദിവസങ്ങളിലാണ്. മസ്കറ്റിൽ നിന്ന് പുലർച്ചെ 3:35 പുറപ്പെടുന്ന വിമാനം ഇന്ത്യൻ സമയം രാവിലെ 8:30 കണ്ണൂരിലെത്തും. കണ്ണൂരിൽ നിന്ന് രാത്രി 12:40 പുറപ്പെടുന്ന വിമാനം ഒമാൻ സമയം പുലർച്ചെ 2:30 മസ്കറ്റിലെത്തും. നിലവിൽ മസ്കറ്റിൽ നിന്ന് കണ്ണൂരിലേക്ക് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ പ്രതിദിന സർവീസ് മാത്രമാണുള്ളത്. ഒമാനിൽ നിന്ന് കണ്ണൂരിലേക്ക് കൂടുതൽ വിമാന സർവീസുകൾ ആരംഭിക്കണമെന്ന പ്രവാസികളുടെ ദീർഘനാളത്തെ ആവശ്യമാണ് പരിഹരിക്കപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. തായ്ലാന്റ് ടൂറിസം ഡിജിറ്റലാകുന്നു. വിനോദസഞ്ചാരികൾക്കായി ഡിജിറ്റൽ അറൈവൽ കാർഡ് പുറത്തിറക്കും. കാലഹരണപ്പെട്ട പേപ്പറധിഷ്ഠിത TM6 ഫോമിന് പകരമായി മെയ് 1 മുതൽ തായ്ലാന്റ് ഡിജിറ്റൽ അറൈവൽ കാർഡ് നിലവിൽ വരും. വ്യോമ, കര, കടൽ മാർഗമെത്തുന്ന എല്ലാ പൗരന്മാർക്കും പൂർണ്ണമായും ഡിജിറ്റൽ എൻട്രി സിസ്റ്റം അവതരിപ്പിക്കും. വിസ ഒഴിവാക്കിയ യാത്രക്കാർക്കും വിസ ആവശ്യമുള്ളവർക്കും ഇത് ബാധകമാണ്. തായ്ലാന്റിലെ ടൂറിസം മേഖലയിലെ ഔദ്യോഗിക കണക്കുകൾ പ്രകാരം 2024 35.54 ദശലക്ഷത്തിലധികം അന്താരാഷ്ട്ര സന്ദർശകരാണ് രാജ്യത്തെത്തിയത്. മുൻ വർഷത്തേക്കാൾ 26.27% വർധനമാണ് ഉണ്ടായത്. ലഘൂകരിച്ച പ്രവേശന നിയമങ്ങളും വിസ ഇളവുകളുമാണ് അന്താരാഷ്ട്ര സന്ദർശകരുടെ എണ്ണം വർദ്ധിക്കാൻ കാരണം. 2025 40 ദശലക്ഷം വിനോദസഞ്ചാരികൾ രാജ്യത്തെത്തുമെന്നാണ് പ്രതീക്ഷ. യാത്രക്കാർ എത്തിച്ചേരുന്നതിന് 72 മണിക്കൂറിനുള്ളിൽ ഔദ്യോഗിക പോർട്ടൽ വഴി ഡിജിറ്റൽ ഫോം ഓൺലൈനായി പൂരിപ്പിക്കണം. സമർപ്പിച്ചു കഴിഞ്ഞാൽ ചെക്ക് പോസ്റ്റുകളിൽ ഹാജരാക്കുന്നതിന് ഡിജിറ്റൽ അല്ലെങ്കിൽ പ്രിന്റ് ചെയ്ത സ്ഥിരീകരണം അവർക്ക് ലഭിക്കും. പുതിയ സംവിധാനം പ്രവേശന നടപടിക്രമങ്ങൾ കാര്യക്ഷമമാക്കും. ഇത് പ്രോസസ്സിംഗ് സമയം കുറയ്ക്കുകയും അതിർത്തി സുരക്ഷ വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്ന് തായ് അധികൃതർ പറയുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ദുബായിലേക്ക് കൂടുതൽ ഡ്രൈവറില്ലാ ടാക്സികൾ എത്തുന്നു. ഇതിനായി ആഗോള കമ്പനികളുമായുള്ള പങ്കാളിത്തം വിപുലീകരിച്ച് RTA. ദുബായിൽ ഡ്രൈവറില്ലാ ടാക്സികൾ സർവീസ് നടത്തുന്നതിന് ആഗോളതലത്തിൽ കൂടുതൽ കമ്പനികൾ സന്നദ്ധത അറിയിച്ചതായി റോഡ് ഗതാഗത അതോറിറ്റി അറിയിച്ചു. ഊബർ, വി-റൈഡ്, ചൈനീസ് കമ്പനിയായ ബൈഡുവിന്റെ സ്വയം നിയന്ത്രിത ഗതാഗത സേവന സ്ഥാപനമായ അപ്പോളോ ഗോ എന്നിവരാണ് ഡ്രൈവറില്ലാ ടാക്സി സർവീസിന് RTA-യുമായി സഹകരിക്കുന്നത്. അടുത്ത വർഷം വാണിജ്യാടിസ്ഥാനത്തിൽ സർവീസ് ആരംഭിക്കാനാണ് പദ്ധതി. ഇതിനു മുന്നോടിയായി ഡ്രൈവറില്ലാ ടാക്സികളുടെ പരീക്ഷണോട്ടം നടത്തും. 2030 ആകുമ്പോഴേക്കും ദുബായിലെ ടാക്സികളിൽ 25% ഡ്രൈവറില്ലാ വാഹനങ്ങളാകും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.